ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത്തപ്പഴമൊക്കെ ബാക്കി വരുമ്പോഴേ കറുത്തൊക്കെ പോവില്ലേ, തൊലിയൊക്കെ കറുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോ കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാറില്ലേ, പഴമൊക്കെ ചേർത്തിട്ട്. അപ്പോൾ നോർമൽ പഴം ചേർത്താൽ ഉണ്ണിയപ്പം വേഗം കേടായിപ്പോവും. ഇങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനോ ഏത് പലഹാരം ഉണ്ടാക്കാൻ, ചക്കപ്പഴം ചേർത്തുള്ള പലഹാരം എല്ലാം ഉണ്ടാക്കാൻ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഹൽവയായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ നമ്മൾ 1 കിലോ ഏത്തപ്പഴമാണ് എടുത്തിട്ട്, തൊലിയൊക്കെ കണ്ടാൽ കറുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് ഈസിയല്ല. അപ്പോൾ ഈ പഴം നമുക്ക് ആദ്യം ഒന്ന് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. 1 കിലോ ഏത്തപ്പഴം, 1 കിലോ, 1/4 കിലോ, 1 കിലോ എത്ര വെള്ളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. നമുക്ക് ഈ പഴം ഒന്ന് ആവിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട, ഒരു 10 മിനിറ്റ് ആവി കൊണ്ടാൽ മതി. അത് കഴിഞ്ഞ് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റണം കേട്ടോ. ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, തൊലിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിക്കളയണം. തൊലി മാത്രമല്ല, അതിൻ്റെ അകത്തെ ഒരു ഭാഗമില്ലേ, ചെറിയൊരു കുരു പോലെയുള്ള അതും കൂടെ എടുത്ത് മാറ്റണം കേട്ടോ. കാരണം നമുക്കിത് അടിച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഫാനിട്ടിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ കാണിച്ച് എങ്ങനെയാണെന്ന് കണ്ട, അതെല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ രണ്ടായിട്ട് നമുക്കൊന്ന് കീറി നോക്കാം. ഉണ്ടോ, കണ്ടില്ലേ? ഇപ്പോൾ എളുപ്പമുണ്ട്. ഇങ്ങനെ പുഴുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഇതെടുത്ത് കളയാൻ എളുപ്പമുണ്ട്. കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ പഴം കൊടുക്കാറുണ്ടല്ലോ, ഇതെടുത്ത് മാറ്റിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇതിൻ്റെ അകത്തെ ആ പാർട്ടൊന്ന് മാറ്റിക്കളയാം. എന്നിട്ടിത് നമുക്കൊന്ന് എന്താ പറയുക, മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ഇതെല്ലാം ഇതുപോലെ എല്ലാം കളഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഞാനിതൊന്ന് സ്മാഷ് ചെയ്യുവാണേ. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തെ കറണ്ട് വന്നിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റ കറക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അത് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല, നല്ല പരുവത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് ചക്ക വരട്ട് അത്രയും സമയം വേണ്ടാട്ട് ഇത് വരട്ടിയെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഏത്തപ്പഴം ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണേ. ഇതൊക്കെ ഉണ്ടോ, മൊത്തം നമ്മൾ പഴമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര വേണം കേട്ടോ. 1 കിലോയ്ക്ക് 400 ഗ്രാം ശർക്കര. അപ്പോൾ അത് കുറവാണെങ്കിൽ അതനുസരിച്ച് അളവ് മാറ്റി ഉപയോഗിക്കണം. ശർക്കര ഉരുക്കി വെക്കണം. ഇപ്പം പൊടിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കട്ടിയുള്ള ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും ഇത് കേടാകാതെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏത്തപ്പഴമൊക്കെ റെഡിയാക്കി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പറഞ്ഞല്ലോ, നമ്മൾ ശർക്കര ഒന്നുകിൽ ഉരുക്കി വയ്ക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നല്ല പൊടി ശർക്കര, നല്ല ശർക്കര, മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഉരുക്കുന്നില്ല. ഇതിനകത്ത് കല്ലോ അഴുക്കോ ഒന്നുമില്ല. അപ്പം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 400 ഗ്രാം ഞാൻ തൂക്കിയെടുത്തതാണ് കേട്ടോ. ഇത്തിരി കൂടിയോ കുറഞ്ഞെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ശർക്കര ഉരുകുമ്പോഴത്തേക്കും അത്യാവശ്യം അല്പം ഒന്ന് അയഞ്ഞു വരും. പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് നോൺ സ്റ്റിക്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് എപ്പോഴും ഹെൽത്തി ആയത് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വരട്ടിയെടുത്തിട്ട് വളരെ കുറച്ച് സമയം 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. ഇതപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒത്തിരി എന്താ പറയുക, ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടും. പറഞ്ഞല്ലോ, ഇത് ഹൽവ പോലെ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഏലക്കാപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെള്ളം ഒരു ജലാംശം ഒട്ടുമില്ല. നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പം ഒരു നല്ല എന്താ പറയുക, ചില്ല് പാത്രത്തിൽ ഇട്ട് സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ആവശ്യം പോലെ ഹൽവയായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. ഇത് കണ്ടോ, നല്ല പരുവത്തിലായിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. കാണിക്കാം, നമുക്ക് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഭരണിയോ അല്ലെങ്കിൽ എന്താ ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ. കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇലയുടെയോ അല്ലെങ്കിൽ എന്ത് വേണേലും പായസമോ എന്ത് വേണേലും ഇതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്ക് നല്ല ഹൽവ പോലെ ഇപ്പം തന്നെ നല്ല മുറുകിയാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. കണ്ടോ, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഹൽവയായിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും പഴമൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അടയോ അല്ലെങ്കിൽ പായസമോ ഒക്കെ ഉണ്ടാക്കാം. ഇത് നമുക്ക് തലപ്പം ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പം നല്ല ബലമായിട്ടുണ്ട്. ഹൽവ പോലെ തന്നെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.